ചിലര് കഴിഞ്ഞ നാളുകൾ അവരുടെ ലൈഫിൽ വന്ന സംഭവങ്ങളെയെല്ലാം കോർത്തിണക്കി മനസ്സിലിട്ടേക്കുക. ശ്രദ്ധിക്കണം. ചിലര് എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്, ഈ ദുഃഖം നമ്മുടെ മനസ്സിലിട്ടിരിക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഏത് ദുഃഖത്തിനും പരിഹാരമുണ്ട്. ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നിന്നെ യോഗത്തിന് ഇരിക്കുന്നതിന് പ്രോബ്ലം ഇല്ല, പക്ഷേ നിന്നെ സന്തോഷിക്കാൻ സമ്മതിക്കുകയില്ല, നിന്നെ ആനന്ദിക്കാൻ പറ്റുകയില്ല. പിന്നെ ചില പാസ്റ്റർമാർ പ്രസംഗിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി സന്തോഷിക്കല്ലേ, ഒത്തിരി കരയേണ്ടി വരുമെന്ന്. കണ്ട, മിണ്ടുന്നില്ല. അത് സാത്താൻ്റെ പുസ്തകം 41-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. ദൈവത്തിൻ്റെ നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ട് ഇന്നും ഒന്ന് സന്തോഷിക്കാത്തവരുണ്ട്. സന്തോഷിച്ചാൽ പാപമാണെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഹൃദയ സന്തോഷമാണ് പറയുന്നത്. ഞാൻ പ്രസംഗിക്കുന്നത് ഹൃദയത്തിലെ സന്തോഷമാണ്. എന്നോട് ദൈവം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞു, ഇന്ന് ചിലരെ ആശ്വാസം പ്രാപിച്ച് ഇവിടുന്ന് പോകത്തുള്ളൂ. ഓ ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ കൊണ്ടിട്ട ദുഃഖം, ആ ദുഃഖം നീ ഇളകുന്ന ഒരു പൈശാചികത്വം നിന്നിലില്ല, പക്ഷെ നിന്റെ ഉള്ളിൽ ഒരു ദുഃഖം കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക. ഇന്ന് ഹോളി സ്പിരിറ്റ് പറയുക, അവർ ഡിപ്പോസിറ്റ് ചെയ്ത ദുഃഖത്തെ എൻ്റെ ദൈവം നിന്നിൽ നിന്ന് പുറത്താക്കപ്പെടണം.